ആ ടെസി, ലൂയിസ് വന്നില്ലേ? വന്നിട്ടുണ്ട്. ആളങ്ങോട്ട് മാറി എവിടെയോ നിൽക്കുന്നുണ്ട്. അല്ല, മോനെവിടെ? അവന്റെ ഡാനിയുടെ ഫ്രണ്ട്സിന്റെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഏഞ്ചൽ മോൾ വന്നില്ലേ? അവൾ ഇവിടെ എവിടേക്കോ നടക്കുന്നുണ്ടായിരുന്നു. ആ, ദേ ഉണ്ടല്ലോ. ലീലമോളെ, എന്താ അമ്മ? ഓ, ഹായ് ആന്റി. ആഹാ, കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയായിട്ടുണ്ടല്ലോ ഏഞ്ചൽ മോളെ കാണാൻ. എൽസ, നാൻസി ആന്റിയെ കണ്ടായിരുന്നോ നീ? ഇല്ലടാ. എന്താ? റേച്ചലിന്റെ വെഡിങ് റിങ് ആന്റിയുടെ കയ്യിലാ. അത് മേടിക്കാനായിരുന്നു. നാൻസി കുറച്ചു മുന്നേ വരെ എന്റെ കൂടെ നിൽപ്പുണ്ടായിരുന്നല്ലോ. ദാ സാമേ, നീ നാൻസി ആന്റിയെ കണ്ടായിരുന്നോ? ആന്റി ആ ഡ്രസ് ചേഞ്ചിങ് റൂമിലോട്ട് പോകുന്നത് കണ്ടായിരുന്നു. മോളെന്നാ അവിടെ ചെന്നൊന്ന് നോക്ക്. നാൻസി ആന്റി, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ചിലപ്പോ ആ റൂമിന്റെ ഉള്ളിലുണ്ടാവും. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നും ആരും ഇല്ലെന്നാ തോന്നുന്നേ. ഏഞ്ചലെ, നിങ്ങളോ? ഏഞ്ചലെ, എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ടെങ്കിലോ? പ്ലീസ് മുന്നിന്ന് മാറ്. ഏഞ്ചലെ പ്ലീസ്, താനൊന്ന് എനിക്ക് പറയാനുള്ളത് കേൾക്കാദ്യം. നിങ്ങൾക്കെതിരെ മാത്രം ഇനി എന്താ എന്നോട് പറയാനുള്ളത്? പറയാനും ചെയ്യാനും ഉള്ളതെല്ലാം നിങ്ങൾ എന്നോട് ചെയ്തല്ലോ. പ്ലീസ്, എനിക്ക് പോകണം. എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ തന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. നിങ്ങളെന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? അങ്ങനെ തനിക്ക് തോന്നിയെങ്കിൽ ഐ എം സോറി. എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയണം. താനത് കേട്ടതിന് ശേഷം ഞാൻ പൊക്കോളാം. ശരി, പറ. എന്താ നിങ്ങൾക്ക് എന്നോട് അത്രയ്ക്ക് പറയാനുള്ളത്? ഏഞ്ചലെ, എക്സ്ക്യൂസ് മീ, എന്റെ പേര് ഏഞ്ചലിന എന്നാണ്. യു ക്യാൻ കോൾ മീ ദാറ്റ്. ഓ ശരി. ഏഞ്ചലിനോട് ഞാൻ ചെയ്തതൊക്കെ ഒരു സോറി പറഞ്ഞ് തീരാവുന്ന തെറ്റല്ലെന്ന് എനിക്കറിയാം. ഞാനൊന്നങ്ങനെ തന്റെ ജോബ് കളഞ്ഞത് കൊണ്ടൊക്കെയാ താനൊന്നങ്ങനെ ഒരു സൂയിസൈഡിന് ട്രൈ ചെയ്തത് എന്നും എനിക്കറിയാം. ഐ ആം റിയലി സോറി. എനിക്ക് അറിയില്ലായിരുന്നു തനിക്ക് അതൊക്കെ ഇത്രയ്ക്ക് ഹേർട്ട് ആവുന്നുണ്ടെന്ന്. ഐ ആം എക്സ്ട്രീംലി സോറി. എന്നോട് ഇതുവരെ ഒരു പെണ്ണും തന്നെ പോലെ അങ്ങനെയൊന്നും നേരെ നോക്കി സംസാരിച്ചിട്ടില്ല. താനെന്ന് എന്നെ തല്ലിയൂടി ചെയ്തപ്പോ അതിന്റെയൊക്കെ ദേഷ്യത്തിന്റെ പുറത്താ ഞാനൊന്ന് അങ്ങനെ കംപ്ലൈന്റ് ഫയൽ ചെയ്തത്. പക്ഷേ ഞാനത് പിൻവലിച്ചിട്ടുണ്ട്. തനിക്കിനി ആ ജോബിൽ കണ്ടിന്യൂ ചെയ്യാം. എന്താ നിങ്ങൾ വിചാരിച്ചേ? ഇങ്ങനെ 10 സെന്റ് ഡയലോഗ് അടിച്ചാ ഞാൻ അതിൽ വീണു പോകുമെന്നോ? നിങ്ങളുടെ കാലി പിടിച്ച് ഞാനെന്ന് പറഞ്ഞതല്ലേ എന്റെ ജോലി കളയരുതെന്ന്. എന്നിട്ട് നിങ്ങൾ അത് കേട്ടോ? എന്നെ നാണം കെടുത്താവുന്ന അത്ര നിങ്ങൾ നാണം കെടുത്തി. ദ്രോഹിക്കാവുന്നതിന്റെ മാക്സിമം നിങ്ങൾ എന്നെ ദ്രോഹിച്ചു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ? അന്ന് ഞാൻ അങ്ങനെ സൂയിസൈഡ് ചെയ്തപ്പോ ശരിക്കും ഞാൻ മരിച്ചു പോയിരുന്നെങ്കിലോ? നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമായിരുന്നോ എന്റെ ജീവൻ? എത്രമാത്രം പ്രശ്നങ്ങളിലൂടെയാ എന്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? എന്റെ പപ്പയ്ക്ക് ഈ മന്ത് ലാസ്റ്റ് ഒരു മേജർ ഹാർട്ട് സർജറി പറഞ്ഞിരിക്കുക. അതിന്റെ രൂപം ഒപ്പിക്കാനുള്ള എന്റെ പെടാപ്പാടിന്റെ ഇടയ്ക്ക നിങ്ങൾ എന്റെ ആകെ ഉണ്ടായിരുന്ന ജോലി കൂടി കളഞ്ഞെടുത്തത്. നിങ്ങളെപ്പോലെ കയ്യിൽ പണം വെച്ച് അമ്മാനമാടുന്നവർക്കൊന്നും ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ അവസ്ഥ പറഞ്ഞ മനസ്സിലാവില്ല. നിങ്ങൾക്കതൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളോടുള്ള എന്റെ വെറുപ്പ് അത് മാറില്ല. പ്ലീസ്, ദയവ് ചെയ്ത് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് എന്റെ അടുത്തേക്ക് നിങ്ങൾ വരരുത്.
റേച്ചലെ, ഞങ്ങളൊന്ന് ഇറങ്ങിക്കോട്ടെ. നാളെ മോർണിംഗ് പപ്പയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാ. ഡാനി സർ, വിഷിംഗ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. നീ നാളെ ഈവനിങ് റിസപ്ഷന് നേരത്തെ എത്തിയേക്കണം കേട്ടല്ലോ. എന്നെ കൊണ്ട് വിളിപ്പിക്കാൻ നിന്നേക്കരുത്. എടാ, പപ്പയും കൊണ്ട് പോയിട്ട് നേരത്തെ വരുവാണേല് ഞാൻ റിസപ്ഷൻ എത്തിയേക്കാം. ആന്റിയോടും അങ്കിളിനോടും ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ഓക്കേടാ. പപ്പയൊക്കെ ഞങ്ങളെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓക്കേടോ, താങ്ക്സ് ഫോർ ഓൾ ദിസ്. അമ്മ, നമുക്കൊന്ന് ഇറങ്ങാം. അല്ല, നിങ്ങൾ പോകുവാണോ? അതെ ആന്റി. അപ്പോ നാളെ റിസപ്ഷനിൽ നിൽക്കുന്നില്ലേ നിങ്ങള്? അത് ലൂയിച്ചിന് നാളെ ഒന്ന് ഹോസ്പിറ്റൽ വരെ പോകണം. അത് കഴിയുമ്പോ ലീന മോളെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് അയച്ചേക്കാം. ഷോ, ഇത്ര ധൃതി പിടിച്ച് പോണായിരുന്നോ? എന്നാ പിന്നെ ഇവര് രണ്ടുപേരും ഇവിടെ നിൽക്കട്ടെ. അയ്യോ, അവളും കൂടി നാളെ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലേ ശരിയാവൂ. എന്നാ ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. അല്ല, നിങ്ങൾ എങ്ങനെയാ തിരിച്ചു പോകുന്നത്? ഞങ്ങളൊരു ഓട്ടോ വിളിച്ചു പൊക്കോളാം. അതൊന്നും വേണ്ട. സാമേ, ഒന്നിങ്ങോട്ട് വന്നേടാ. എന്താ മമ്മ? എടാ മോനെ, നീ ഒന്ന് ഇവരെ കൊണ്ടുപോയി വീട്ടിലാക്കി കൊടുത്തിട്ട് വാ. അത് വേണ്ട ആന്റി, ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് വേറെ 1-2 സ്ഥലത്തൂടി കയറാനുണ്ട്. ശരി എന്നാ. പപ്പ, അമ്മ, വാ. എൽസേ, വാടി. ശരി എന്നാ. നീ ഇതെന്ത് നോക്കി നിൽക്കുക? ഏയ്, ഒന്നുമില്ല. ഇവളിതെന്താ വരാത്തെ? മോനെ ഡാനി, നിന്നതേ അവിടെ സാമു നിന്റെ ഫ്രണ്ട്സും ഒക്കെ തിരക്കുന്നുണ്ട്. നീ ഒന്ന് അങ്ങോട്ട് ചെന്നിട്ട് വാ. എന്റുകള്. ആ, ചെല്ലാം മമ്മി. നിനക്കൊക്കെ ഇത് എന്താടാ? മനുഷ്യൻ മനസ്സമാധാനമായിട്ട് ഒന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പോലും നീയൊക്കെ സമ്മതിക്കില്ലേ? എന്താടാ റാണി, നീ ഒരു കല്യാണം കഴിച്ചൊന്നും വെച്ച് ഇങ്ങനെ അകത്ത് കയറി ഇപ്പോഴും ഇരിക്കാവോ? ഒന്ന് പോടാ. അല്ല, നീയൊക്കെ എന്തിനാ എന്നെ വിളിച്ചതെന്ന് പറ. ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിന്നെ ഇങ്ങോട്ട് വിളിക്കാവുള്ളൂ. ഓ, മക്കളപ്പോ എന്റെ ഫസ്റ്റ് നൈറ്റ് കുളമാക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? നിനക്കൊക്കെ എന്ത് കാര്യം പറയാനുണ്ടെങ്കിലും അതിനി നാളെ പറഞ്ഞാ മതി. അങ്ങനെ ഇപ്പോ എന്റെ ഫസ്റ്റ് നൈറ്റ് തകർക്കാന്ന് നീയൊക്കെ ഓർക്കണ്ട. നാളെ റിസപ്ഷൻ ഉള്ളതാ, അതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങിയേക്കണം. ഡാനി, നീ ഇത് എവിടെ പോയേക്കുമായിരുന്നു? ഞാൻ അവന്മാരെ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയതായിരുന്നു. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കല്യാണമൊക്കെ? ഓ, ഒന്നും മര്യാദയ്ക്ക് എൻജോയ് ചെയ്യാൻ പോലും പറ്റിയില്ലടാ. അത്രയ്ക്ക് തിരക്കല്ലായിരുന്നോ? പിന്നെ ഇനിയിപ്പോ എന്താ? ഇനി നാളത്തെ റിസപ്ഷൻ കൂടി കഴിയാതെ ഒരു സമാധാനവും ഇല്ല. അയ്യോ, അത് പറഞ്ഞപ്പോഴാ, നാളെ രാവിലെ നീ ഒന്ന് എന്റെ കൂടെ ഒരു ബൊട്ടിക്ക് വരെ വരണം. അവിടെ ചെന്നിട്ട് കുറച്ച് ഡ്രസ് റിഹേഴ്സലൊക്കെ ഉള്ളതാ. നേരത്തെ കിടന്നുറങ്ങിയാലേ ഞാൻ രാവിലെ എണീക്കും. ഡാനി, നീയും കിടന്നുറങ്ങിക്കോ. അഥവാ ഞാൻ ഒരു 7 മണിയായിട്ട് എണീറ്റില്ലെങ്കില് എന്നെ ഒന്ന് വിളിച്ച് എണീപ്പിച്ചേക്കണേടാ. നീയപ്പോ ഉറങ്ങാൻ പോവാണോ? അല്ലാതെ പിന്നെ? എടി, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആടി. അതിനിപ്പോ എന്താ? എന്താണെന്നോ, ഇത്ര നാള്
ഒരു ഉമ്മ പോലും കിട്ടാണ്ട് ഞാൻ കാത്തിരുന്നത് ഇന്നത്തെ ഈ ദിവസത്തിന് വേണ്ടിയാ. നിനക്കതറിയാലോ. ഓ എന്റെ ഡാനിച്ച, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ ആയിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് നമ്മൾ ഒരുമിച്ചല്ലേ ബാക്കിയുള്ള എല്ലാ നൈറ്റും. എന്റെ മോൻ വന്ന് നല്ല കൊച്ചായിട്ട് കിടന്നുറങ്ങിയേ. ദേ, സംസാരിച്ചു നിൽക്കാൻ സമയമില്ല കേട്ടല്ലോ. എനിക്കാണേല് നല്ല തലവേദനയുണ്ട്. നീ ഒന്ന് വന്ന് കിടന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിടാനേ. ആ തെണ്ടുകളുടെ കരുണ കേറ്റുന്ന ദൈവമേ. എന്തായാലും ലൈറ്റ് ഓഫാക്കിയിട്ട് ഒന്ന് നൈസായി ചെന്ന് നോക്കാം. ഡാനിച്ച, മര്യാദയ്ക്ക് കിടന്നോ, ഇല്ലെങ്കിൽ ഫസ്റ്റ് നൈറ്റിൽ തന്നെ നിന്റെ കാല് ഞാൻ ഒടിക്കും. വേണ്ട, ഇവൾ പറഞ്ഞതുപോലെ ചെയ്തു കളയും. മര്യാദക്ക് കിടന്നുറങ്ങിയേക്കാം. പപ്പ, നിങ്ങൾ ഇവിടെ ഇരിക്കേ. ഞാൻ ചെന്ന് ഈ മെഡിസിൻസ് ഒക്കെ മേടിച്ചിട്ട് വരാം. നീ പോയിട്ട് വാ മോളെ. അങ്കിൾ, ആ മോനോ? മോനെന്താ ഇവിടെ? എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ സർജനായി വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അവനെ ഒന്ന് കാണാൻ വന്നതാ. അല്ല, അപ്പൊ അവിടെ റിസപ്ഷന്റെ പരിപാടികളൊക്കെ ഉള്ളതല്ലേ? ഞാൻ അങ്ങോട്ടാ നേരെ പോകുന്നത്. അല്ല, നിങ്ങളിപ്പോ വന്നേ ഉള്ളോ? അല്ല മോനെ, ഞങ്ങള് ഡോക്ടറെ കണ്ടിട്ട് നേരം കുറച്ചായി. ലീനമോള് മരുന്ന് വാങ്ങാൻ പോയിട്ടുണ്ട്. അവള് വന്നു കഴിയുമ്പോ ഞങ്ങൾ പോകും. എന്നാ ശരി, ഞാൻ ചെല്ലട്ടെ. ശരി മോനെ. എല്ലാ മെഡിസിൻസും ഉണ്ടല്ലോ അല്ലേ? ഏഞ്ചലെ, നിങ്ങളോ? ഞാൻ അങ്കിളിനെ എന്റെ ഇപ്പൊ കണ്ടായിരുന്നു. അപ്പോ അവരാ പറഞ്ഞത് താൻ മെഡിസിൻ വാങ്ങാൻ ഇങ്ങോട്ട് വന്നേക്കുവാന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളെ. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഇനി ഒന്നും പറഞ്ഞ് എന്റെ മുന്നിൽ വരരുതെന്ന്. നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അതോ എന്നെ ദ്രോഹിച്ച് നിങ്ങളുടെ കൊതി തീർന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇഞ്ചിഞ്ചായി ഇനി ദ്രോഹിക്കാൻ നിൽക്കണ്ട. ഒറ്റയടിക്ക് തന്നെ എന്റെ ജീവൻ അങ്ങ് തീർത്തേക്കണം. ഏഞ്ചലി പ്ലീസ്, താൻ എന്നോട് എത്ര വേണമെങ്കിലും ദേഷ്യപ്പെട്ടോ. പക്ഷേ എന്നോടുള്ള ദേഷ്യത്തിന് താൻ ജോബിന് വരാതിരിക്കരുത്. ലുക്ക് മിസ്റ്റർ, ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ നിങ്ങളല്ല. ഇനിയും നിങ്ങൾ എന്നെ പോവാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഒച്ചയുണ്ടാക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ്. ഓക്കെ ഏഞ്ചൽ, താൻ പൊക്കോ. ലീനെ, കുറച്ച് മയത്തിനൊക്കെ നോക്കടാ മോനെ. നീ ഇങ്ങനെ നോക്കിയാ ആ പെങ്കൊച്ചങ്ങ് ഇല്ലാണ്ടായി പോകുന്നു. മമ്മ, അത് ഞാൻ നടക്കട്ടെ. മമ്മ. ഷേ, ഏഞ്ചൽ മോളെ, ആന്റി. റെസീം ലൂയിസും വന്നില്ല മോളെ? ഇല്ല ആന്റി, അവര് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നതിന്റെ ക്ഷീണത്തിലാ. ഓ, സർജറി എന്നത്തേക്കാ പറഞ്ഞിരിക്കുന്നത്? ഈ മന്ത് ലാസ്റ്റില്. അല്ല, നിങ്ങൾ ഏത് സർജനെയാ കാണിക്കുന്നേ? ഡോക്ടർ ഷെറിൻ, അവിടുത്തെ മെയിൻ കാർഡിയോതെറാപ്പിക് സർജനാ. ഓ, ഷെറിനെയാണോ നിങ്ങൾ കാണിക്കുന്നേ? അവൻ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിന്റെ മോനല്ലേ? മോൻ ഇങ്ങോട്ട് വന്നേ. എങ്ങോട്ടാ ആന്റി? വന്നേ, ആന്റി പറയാം.
സാമേ, നമ്മുടെ ഷെറിനില്ലേടാ? ഓ, നമ്മുടെ ലില്ലിക്കുട്ടിയുടെ മോൻ. അവനാ ഏഞ്ചൽ മോളുടെ പപ്പയെ കാണിക്കുന്ന ഡോക്ടർ എന്ന്. നീ ഒന്ന് അവനെ വിളിച്ചിട്ട് ഏഞ്ചൽ മോളുടെ പപ്പയുടെ കാര്യം ഒന്ന് പ്രത്യേകം പറഞ്ഞേക്ക്. ഉം. ഏയ് അതൊന്നും വേണ്ട ആന്റി. മോളൊന്നും പറയണ്ട. അല്ല, മോള് ജോലിക്ക് കയറുന്ന കാര്യം എന്തായി? ആന്റി, അത് ഞാൻ വേറൊരു ജോബ് ഒക്കെ ആക്കിയിട്ടുണ്ട്. പപ്പയുടെ സർജറി കഴിഞ്ഞുള്ള നെക്സ്റ്റ് വീക്ക് ജോയിൻ ചെയ്യണം. അപ്പോ എയർലൈൻസിലെ ജോലിയോ? അതിന് ശരിയാവില്ല ആന്റി. അതെന്താ ശരിയാവാത്തെ? ഇവൻ എത്ര കഷ്ടപ്പെട്ടിട്ടാന്നറിയോ മോളുടെ ആ ജോലി ശരിയാക്കിയെടുത്തത്? ആന്റി, പപ്പയെ ഈ അവസ്ഥയിൽ ഇട്ടിട്ട് എനിക്കങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അമ്മയെ കൊണ്ട് ഒറ്റയ്ക്ക് പപ്പയെ മാനേജ് ചെയ്യാൻ നടക്കുന്ന കാര്യമല്ല. അപ്പയുടെ കാര്യമൊക്കെ ഓർത്ത് ഇനി മോള് ടെൻഷൻ ആവണ്ട. വേണ്ടതൊക്കെ ഇനി ഷെയറിങ് ചെയ്തോളൂ. മോള് മര്യാദയ്ക്ക് ജോലിയിൽ ജോയിൻ ചെയ്തോളണം. സാമേ, ഏഞ്ചൽ മോളിനെ ജോലിയിൽ റീജോയിൻ ചെയ്തില്ലെങ്കിൽ നീ അതെന്നെ അറിയിച്ചേക്കണം. ബാക്കിയൊക്കെ അപ്പ ഞാൻ ചെയ്തോളാം. ആന്റി എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. ആന്റി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഛേ, ഇയാളോട് ഞാൻ പറഞ്ഞോ എനിക്ക് ആ ജോലി തിരികെ തരാൻ? തന്റെ ഈ തിരുമുഖം ഇനി കാണണ്ടല്ലോ എന്നോർത്ത് സമാധാനത്തിലിരിക്കുവായിരുന്നു ഞാൻ. താനാരാ തനിക്ക് തോന്നുമ്പോ എന്റെ ജോലി കളയാനും തനിക്ക് തോന്നുമ്പോ എന്നെ ജോലിയിൽ തിരിച്ചെടുക്കാനും ഒക്കെ? എന്തിനാ ഇയാളിപ്പോ ചിരിക്കുന്നത്? ലുക്ക് മിസ്റ്റർ, ഞാൻ നിന്നെ ഈ ജോലിയില് തിരിച്ച് ജോയിൻ ചെയ്യാൻ പോകുന്നില്ല. അത് താനൊന്ന് ആന്റിയോട് പറഞ്ഞ് മനസ്സിലാക്കിയേക്ക്. അതെന്തിനാ ഞാൻ പറയുന്നേ? ഇയാൾക്ക് തന്നെ മമ്മിയോട് അത് ചെന്ന് പറഞ്ഞാ പോരെ? വേണേ മമ്മയെ ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ടേക്ക് വിളിക്കാം. താൻ തന്നെ പറഞ്ഞേക്ക്. മമ്മ. ഏ വേണ്ട. ഓ, മനസ്സമാധാനം തരില്ലല്ലേ? ലൂണെ, എടാ, നിനക്ക് ദിവസേക്കും മുകളിലെ റൂം ഓക്കെ ആക്കിയിരിക്കുന്നത്. അവിടെ എല്ലാം ഓക്കെയാ. എടാ, ഞാൻ സ്റ്റേ ചെയ്യണോടാ. ദേ, ഇനി ലേറ്റ് ആയിട്ടില്ല. എനിക്കൊരു ഓട്ടോ വിളിച്ചാ എന്റെ വീട്ടിലെത്താം. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട. ദേ, ഇവളെ കണ്ടോ? ഒരു പ്രശ്നവും ഇല്ലല്ലോ. പിന്നെ നിനക്കെന്താ? ദേ ലൂണെ, ഞാൻ നീയുണ്ടല്ലോ എന്ന് ഉറപ്പില്ല ഇന്നിവിടെ സ്റ്റേ ചെയ്യാന്ന് സമ്മതിച്ചേ, കേട്ടല്ലോ? ദേ, ഞാൻ അങ്ങോട്ട് പോകുക. നിങ്ങൾക്ക് റൂമിൽ ചെന്ന് റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ചെന്നാ മതി. എന്തേലും കാര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി, കേട്ടല്ലോ? നീ അങ്ങോട്ട് ചെല്ലു. അവിടെ നിന്റെ ഡാൻസ് നിന്നെ വെയിറ്റ് ചെയ്ത് നിന്ന് കുഴഞ്ഞു കാണും. ഓക്കെ, എന്തേലും ഉണ്ടേല് വിളിക്കണേടാ. പിന്നെ ഇന്ന് വിളിച്ചാലും നിന്നെ കിട്ടാൻ വഴിയൊന്നും ഇല്ലല്ലോ. അതെന്താടി അങ്ങനെ? ഓ, ഒന്നും അറിയാത്തത് പോലെ. ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേടി? നിന്റെ ഡാനിച്ചൻ നിന്നെ ഇന്ന് വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് പോടി. ചെല്ല് ചെല്ല്. ഡാ മീനെ, ഞാൻ ഇപ്പൊ വരാവേ. ഒന്ന് വീട്ടിലോട്ട് വിളിച്ചേക്കട്ടെ. ആടി. ഇങ്ങേർക്ക് ഉറക്കമില്ല ദൈവമേ. കുറെ ആയല്ലോ ഇയാൾ എന്നെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കാൻ തുടങ്ങിയിട്ട്. ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഇപ്പൊ തന്നെ ചെന്ന് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ.
ഹലോ മിസ്റ്റർ, നിങ്ങൾ ഇത് പലതവണയായി എന്നെ തന്നെ ഇങ്ങനെ തുളിച്ചു നോക്കുന്നു. എന്താ ശരിക്കും നിങ്ങളുടെ പ്രോബ്ലം? ഹലോ, നിങ്ങളോടാ ഞാൻ ഈ ചോദിക്കുന്നേ. എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നുവെന്ന്? തനിക്ക് ഞാനിങ്ങനെ നോക്കുന്നത് കണ്ടിട്ട് പേടിയാണോ വരുന്നേ? അല്ലാതെ പിന്നെ? എനിവേ, അങ്ങനെ തനിക്ക് തോന്നിയെങ്കിൽ ഐ ആം റിയലി സോറി. തന്നെ പേടിപ്പിക്കണം എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടൊന്നുമല്ല ഞാൻ നോക്കിയത്. എന്ത് ഉദ്ദേശം വെച്ചായാലും നിങ്ങൾക്ക് എന്നെ ഇങ്ങനെ നോക്കേണ്ട ഒരു കാര്യമില്ല. പറഞ്ഞത് മനസ്സിലായോ? ഹലോ, ഞാൻ ആരെ നോക്കണം ആരെ നോക്കണ്ട എന്നതൊക്കെ എന്റെ ഇഷ്ടമാണ്. ഇയാൾ ആരെ വേണമെങ്കിലും നോക്കിക്കോ. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഇയാളെന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ കണ്ട പിന്നെ ഇങ്ങനെയാവില്ല ഞാൻ റിയാക്ട് ചെയ്യുന്നത്. കേട്ടല്ലോ? പിന്നെ എങ്ങനെയായിരിക്കും ഞാൻ റിയാക്ട് ചെയ്യുന്നത്? ഇയാളെന്തിനാ അതിന് എന്റെ അടുത്തേക്ക് വരുന്നേ? താൻ എന്തിനാ എന്നെ ഇങ്ങനെ പേടിക്കുന്നത്? തന്നോട് അടുത്തോട്ട് വരരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്? തനിക്ക് എന്തിനാ എന്നെ ഇത്ര പേടിയെന്ന് താൻ പറ. പേടിയോ? എനിക്ക് തന്നെ ഒരു പേടിയില്ല. അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ തന്നെ പേടിക്കുന്നേ? അതുകൊള്ളാം, താനല്ലേ എന്റെ അടുത്തേക്ക് വന്നേ. എന്നിട്ട് എന്നോട് ദേഷ്യപ്പെടുന്നോ? എടോ, തനിക്ക് എന്തിനാണോ എന്നോട് ഇത്രയ്ക്ക് ദേഷ്യം? ഞാൻ തന്നോട് എല്ലാത്തിനും സോറി പറഞ്ഞതല്ലേ. എത്ര തവണ ഞാൻ തന്നോട് പറഞ്ഞതാ എല്ലാം എന്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയ തെറ്റാണെന്ന്. വേണമെങ്കിൽ ഇപ്പൊ വേണേലും ഞാൻ സോറി പറയാം. തന്നോട് ഞാൻ ചെയ്ത എല്ലാത്തിനും ഐ ആം എക്സ്ട്രീംലി സോറി. പ്ലീസ്, താൻ ഇനിയും അതൊന്നും മനസ്സിൽ വെച്ച് എന്നോട് പെരുമാറരുത് ഏഞ്ചലിന. കഴിഞ്ഞോ പറഞ്ഞു? ഇനി എനിക്ക് പോകാലോ അല്ലേ? കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം കൂടി എനിക്ക് തന്നോട് പറയാനുണ്ട്. അതുകൂടി കേട്ടിട്ട് താൻ പോയാ മതി. ആഹാ, നിങ്ങൾ വീണ്ടും എന്നെ ഭീഷണിപ്പെടുത്താൻ പോവാണോ? ആണെന്ന് തന്നെ താൻ കരുതിക്കോ. നോൺസെൻസ്. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിന്നോണ്ട് എന്താന്ന് വെച്ചാ പറഞ്ഞോ. തന്റെ ഈ വട്ടത്തിനൊക്കെ സഹിക്കലല്ല എന്റെ പണി. എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ താൻ ഇവിടുന്ന് പോവില്ല. അത് താനങ്ങ് ഉറപ്പിച്ചോ? ലുക്ക് ഏഞ്ചൽ, എനിക്ക് പറയാനുള്ള കാര്യം കേട്ടിട്ട് തനിക്ക് പോവാനോ? പിന്നെ എന്തിനാ താൻ ഇങ്ങനെ വാശി പിടിക്കുന്നേ? എനിക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ലാത്തോണ്ട്. പക്ഷേ ഇത് പറയേണ്ട ആവശ്യം എനിക്കുണ്ട്. സോ താൻ ഇത് കേട്ടേ മതിയാവൂ. ഓ ഗോഡ്. ഓക്കെ, താൻ പറ. അങ്ങനെ എന്ത് വലിയ കാര്യമാ തനിക്ക് എന്നോട് പറയാനുള്ളത്? മാരി മീ, മാരി മീ, മാരി മീ, മാരി മീ. എന്താ? മനസ്സിലായില്ലേ? എനിക്ക് തന്നെ മാരി ചെയ്ത കൊള്ളാവുന്നുണ്ടെന്ന്. നിങ്ങൾക്കിത് ശരിക്കും ഭ്രാന്തായിരുന്നോ അതോ ഉറക്കപ്പിച്ച് വല്ലതുമാണോ? Please stop laughing, Angel. I'm serious. I really want to marry you because I'm in love. 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 കഴിഞ്ഞോ തമാശ? ഇനി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബാക്കി തമാശ നാളെ പറയാം. ഗുഡ് നൈറ്റ്.
എനിക്ക് ഇങ്ങനെ തന്നെ വിശ്വസിപ്പിക്കാൻ തോന്നിയുള്ളൂ. എനിക്ക് തന്നെ ഇഷ്ടമാണ്. ആൻഡ് ഐ എം റിയലി സീരിയസ് അബൌട്ട് ദിസ്. നിർത്തടോ. താൻ നോക്കിക്കോ. എന്നോട് കാണിച്ച വൃത്തികേടിന് താൻ സമാധാനം പറയേണ്ടി വരും. നോക്കിക്കോ താൻ. ഓ, ഇപ്പഴാ ഒന്ന് സമാധാനായേ. അല്ല ഡാനിച്ച, ഞാൻ ആലോചിക്കുന്നതേ ഈ സാമിന് ശരിക്കും എന്തെങ്കിലും മെന്റൽ പ്രോബ്ലം ഉണ്ടോന്നാ. അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത്? എന്റെ അറിവില് ഇതുവരെ അവൻ അങ്ങനെ എന്തെങ്കിലും മെന്റൽ പ്രോബ്ലം ഉള്ളതായി എനിക്കറിയില്ല. അല്ല, സാമിയുടെയായി വളരെ വിയേർഡായ ഓരോന്നും ചെയ്യുന്നേ. നിനക്കങ്ങനെ തോന്നിയിട്ടില്ല ഡാനി? ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ലീനയുടെ കേസാ. അങ്ങേര് തന്നെയാ അവളുടെ ആ ജോബ് കളഞ്ഞെടുത്തത്. എന്നിട്ടിപ്പോ അവളെ ആ ജോലിയിൽ തിരികെ ജോയിൻ ചെയ്യിക്കാൻ അവളുടെ പുറകെ നടക്കുന്നു. എടി, നിന്നോട് ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയട്ടെ. ഞാൻ ആദ്യമായിട്ടാ അവനെ ഇങ്ങനെയൊക്കെ കാണുന്നേ. എനിക്ക് തോന്നുന്നത് അവൻ ലീനയോട് എന്തൊക്കെയോ ഉണ്ടെന്നാ. നീ എന്തായി പറഞ്ഞു വരുന്നേ? മനസ്സിലാവുന്നത് പോലെ പറടാനിച്ച. ഓ എടി പൊട്ടി, അവന് നിന്റെ ലീനയോട് ലവ് ആണെന്നാ തോന്നുന്നേ. എന്റെ ഡാനിച്ച, നിനക്കും മട്ടായോ? അയാൾക്ക് അങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതും ലീനയോട്. ആ, ഞാൻ എന്റെ ഒരു ഡൗട്ട് നിന്നോട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അതൊക്കെ വിട്. അതെ, നമ്മുടെ ഫസ്റ്റ് നൈറ്റിന്റെ അന്ന് മോൾ എന്റെ കയ്യിൽ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടു. പക്ഷേ ഇനി നീ എന്ത് പറഞ്ഞാ എസ്കേപ്പ് ആവുന്നതെന്ന് എനിക്കൊന്ന് കാണണം. അതിന് ഞാനെന്തിനാ എസ്കേപ്പ് ആവുന്നേ? എന്റെ കെട്ടിയോനല്ലേ നീ ഇപ്പൊ. ഓഹോ, അങ്ങനെയാണല്ലേ. എന്നാ പിന്നെ ഇനി ഇങ്ങനെ സംസാരിച്ചു നിന്ന് സമയം കളയണോ? എനിക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ ഒരു താല്പര്യമില്ല. എന്നാ പിന്നെ എന്റെ മോൾ ഇങ്ങോട്ട് വാ. കൊണ്ടാലും കൊണ്ടാലും എൻ സ്വന്തം നീതാനേ, നിன்றாலும் சென்றாலும் உன் சொந்தம் நான் தானே. உன் வாழ்க்கை பின்னாலே என் வாழ்க்கை வளையுமே. காதல் சுடுகுடுகுடு கண்ணை தொடு தொடு. എടാ, ചെന്നിട്ടെന്നെ വിളിക്കണേ നിങ്ങള്. അല്ല എൽസേ, നീ നേരെ ഇപ്പൊ വീട്ടിലോട്ടാണോ അതോ ഹോസ്റ്റലിലേക്കോ? ഹോസ്റ്റലിലേക്കാടി. ഡീ ലീനെ, നീ എപ്പോ ഇനി റീജോയിൻ ചെയ്യുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചോ? ഞാൻ പറഞ്ഞില്ലടാ നിന്നോട്, ആ ജോബിനെ എനിക്ക് വേണ്ട. അത് നീ ശരിയാവില്ലടാ.
ആഹാ, അല്ല നിങ്ങൾ പോവാൻ തുടങ്ങുമായിരുന്നോ? ഡ്യൂട്ടി ഉള്ളതല്ലേ നാളെ. ഇന്ന് ചെന്നിട്ട് വേണം എല്ലാം ഒന്ന് റെഡിയാക്കിയൊക്കെ വെക്കാൻ. അല്ല, അപ്പൊ നിങ്ങൾ രണ്ടുപേരും നേരെ ഇപ്പോ തന്നെ ജോലി സ്ഥലത്തേക്ക് തന്നെ പോകുവാണോ? എൽസ ഹോസ്റ്റലിലോട്ട് ആന്റി, ലീന വീട്ടിലേക്കും. അപ്പോ ഏഞ്ചൽ മോള് ഡ്യൂട്ടിയിൽ കയറാനായില്ലേ? അവളതിന് ഇതുവരെ റീജോയിൻ ചെയ്തിട്ടില്ല ആന്റി. അതെന്താ ഏഞ്ചൽ മോളെ ഇനിയും ജോയിൻ ചെയ്യാത്തെ? ആന്റി, ഞാൻ പറഞ്ഞില്ലേ ഈ ജോബിന് എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ അടുത്തെവിടെയെങ്കിലും ഒരു ജോബ് കിട്ടുമെന്ന് ട്രൈ ചെയ്തോണ്ടിരിക്കുക. അപ്പോ എന്റെ മോൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് കൊച്ചിന്റെ പേരിലുള്ള കംപ്ലൈന്റ് പിൻവലിച്ചതൊക്കെ വെറുതെ ആയോ? ഞാൻ മോളോട് ഇത്ര തവണ പറഞ്ഞിട്ടും മോള് മോളുടെ ആ തീരുമാനം മാറ്റിയില്ലല്ലേ? ആന്റി, അത് ഞാൻ ഇനി പപ്പയുടെ കൂടെ തന്നെ ഉണ്ടായാലേ ശരിയാവൂ. ആന്റിക്ക് അറിയാവുന്നതല്ലേ പപ്പയുടെ സർജറിയുടെ കാര്യം. ലൂയിസിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ടെന്ന് ഞാൻ മോളോട് പറഞ്ഞതല്ലേ. എല്ലാ കാര്യങ്ങളും ഞാൻ ഷെറിനുമായിട്ട് പറഞ്ഞ് ഓക്കെ ആക്കിയിട്ടുണ്ട്. ലൂയിസിന്റെ പേരും പറഞ്ഞ് നല്ലൊരു ജോലി മോളായിട്ട് ഇനി കളയാൻ നിൽക്കണ്ട. റേച്ചൽ മോളെ, നീ ഡാനിയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. ഏഞ്ചൽ മോളുടെ റീജോയിനിങ്ങിനുള്ള എല്ലാ പ്രോസസ്സും എത്രയും പെട്ടെന്ന് റെഡിയാക്കാൻ ഞാൻ അവനോട് പറഞ്ഞോളാം. പറയാം ആന്റി. എന്നാ ശരി, ഏഞ്ചൽ മോളുടെ നമ്പര് ഞാൻ റേച്ചലിന്റെ കയ്യിൽ നിന്ന് മേടിച്ചോളാം. എന്നെ ഒരു സ്ട്രേഞ്ചറായി ഇനി മോള് കാണരുത്, കേട്ടല്ലോ? എടാ, ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ. ഓക്കേടാ, ഞാൻ വിളിക്കാം നിങ്ങളെ. ഓക്കെ, ബൈ ഡി. മോളെ, വന്നപ്പോ തൊട്ട് നീ ഇങ്ങനെ ഒരേ ഇരിപ്പാണല്ലോ. എന്ത് പറ്റി നിനക്ക്? ഏയ് ഇല്ലമ്മ, ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ ഓർത്ത് നിന്നതാ. അല്ല, പപ്പ എവിടെ? ലൂയിച്ചൻ ഉറങ്ങുവാ. പാവം. ആ പിന്നെ അമ്മ, പപ്പയെ കാണിക്കുന്ന ആ ഷെറിൻ ഡോക്ടർ ഇല്ലേ, പപ്പയുടെ സർജറിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാന്ന് പറഞ്ഞേക്കുവാ. എന്നോട് അതേപ്പറ്റി സാമോന്റെ അമ്മ പറഞ്ഞിരുന്നു. സത്യത്തിൽ അവരോട് നമ്മൾ നന്ദി പറയേണ്ടത്. അവര് ചെയ്തു തന്നത് എന്ത് വലിയ സഹായവാ. ഈ സർജറി ഒരു കുഴപ്പവും കൂടാണ്ട് നടന്ന നമ്മുടെ ലൂയിച്ചനെ നമുക്ക് തിരിച്ചു കിട്ടും. സത്യത്തിൽ ദൈവമായിട്ടാ മോളെ അവരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അമ്മ അവരെന്നോട് റീജോയിൻ ചെയ്യാൻ നിർബന്ധിക്കുക. ഞാൻ പലതും പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കിയതാ, പക്ഷെ അവര് സമ്മതിക്കുന്നില്ല. പപ്പയുടെ കാര്യം ഓർത്തിട്ടാ മോൾ ഈ ജോലി വേണ്ടാന്ന് വെക്കുന്നതെങ്കിൽ അതിലൊരു അർത്ഥവും ഇല്ല. പപ്പയുടെ എല്ലാ കാര്യങ്ങളും ഡോക്ടർ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അവസ്ഥയില് മോള് കൂടി ജോലിക്ക് പോവാതെ ഇരുന്നാ അത് പിന്നീട് നമ്മുടെ ജീവിതത്തെ ബാധിക്കൂ. അതുകൊണ്ട് മോൾ ആ ജോലിയിൽ തിരിച്ചു കയറണമെന്ന് തന്നെയാ അമ്മയും പറയുന്നത്. പക്ഷെ അമ്മ, നിങ്ങൾക്കൊക്കെ അറിയാത്ത പല പ്രശ്നങ്ങളും ഉണ്ട്. അതൊക്കെ കൊണ്ടാ ഞാൻ ആ ജോബിൽ റീജോയിൻ ചെയ്യാൻ അത്ര ഇൻട്രസ്റ്റ് കാണിക്കാത്ത. നിനക്ക് ഇത്രയും നാള് ഒരു പ്രശ്നം ഉണ്ടായതായി നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്താ ഇപ്പൊ പെട്ടെന്നൊരു പ്രോബ്ലം? ഇത് പുതിയൊരു പ്രോബ്ലമാ. അതൊക്കെ പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഒരു കുന്തവും ഇല്ല. നിനക്കെന്തോ ആ ജോലിയിൽ താല്പര്യം ഇല്ലായിരിക്കും. അതാ ഇങ്ങനെ ഓരോ മുടന്ത ന്യായങ്ങൾ പറയുന്നത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ബാക്കിയൊക്കെ ഇനി നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്. ഞാൻ എന്താ ചെയ്യാ എന്റെ ദൈവമേ?
എന്താ കോൾ എടുക്കാത്തെ? ഡാനിച്ച, ദേ സാംസാറാ വിളിക്കുന്നെ. ഓ, ഇനി എന്ത് ചീത്ത പറയാനാണോ എന്തോ. ഹലോ, എന്താടാ? കോപ്പേ, നീ ഇതെവിടെ പോയി കിടക്കുവാടാ? ഒരു അത്യാവശ്യ കാര്യം ഉള്ളത് കൊണ്ടല്ലേ നിന്നെ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്. ഓ, എന്റെ അളിയ, സോറി. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. നീ ഫ്രീ ആണേല് ഒന്ന് എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. ഞാൻ ഫ്രീ ആണ്, പക്ഷെ എവിടെയാ പോവേണ്ടത്? അത് പറഞ്ഞാലേ നീ വരുള്ളോ? ഓ, വേണ്ട, ഞാൻ വന്നോളാം. എവിടെ വന്നോളാം ഈ പറയണേ? ആ, അവൻ എവിടെയോ പോണമെന്ന്. അതിന് ഞാനൊന്ന് അവന്റെ കൂടെ ചെല്ലാൻ. പോകുന്നതൊക്കെ കൊള്ളാം. സാംസാറിന്റെ സ്വഭാവത്തിന് ആരോടെങ്കിലും എന്തേലും പറഞ്ഞത് പ്രശ്നമായ ഡാനിച്ചൻ പിന്നെ അവിടെ ഒന്നും നിന്നേക്കല്ലേ. അല്ലെങ്കിൽ പുള്ളിക്കാരൻ കാരണം അടി മുഴുവൻ കിട്ടുന്നത് ഡാനിച്ചനായിരിക്കും. നീ പറഞ്ഞതിലും കാര്യമുണ്ട്. കുറെ നേരമായല്ലോ നീ നിന്ന് തിരമാല എണ്ണാൻ തുടങ്ങിയിട്ട്. ഈ നീണ്ടു നിവർന്നു കിടക്കുന്ന കടല് കാണാൻ വേണ്ടിട്ടാണോ നീ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഡാനി, എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. നിന്നോട് ഈ കാര്യം പറയണോ വേണ്ടയോന്ന് ഞാൻ പലതവണ ആലോചിച്ചു നോക്കിയതാ. പിന്നെ എനിക്ക് മനസ്സിലായി ഇക്കാര്യം ഷെയർ ചെയ്യാൻ പറ്റിയ റൈറ്റ് പേഴ്സൺ നീയാണെന്ന്. എന്താണ് സാമേ, നീ കാര്യം പറ. എടാ, അത് എന്താടാ, ഇതിനു മുൻപൊന്നും ഇല്ലാത്ത ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളൊക്കെ ഇപ്പോ അത്രയ്ക്ക് സീരിയസ് കാര്യമാണോ? I like someone. No, I love someone. ഡാനി, നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നീ ഇപ്പോ എന്താ പറഞ്ഞേ? ഓ കമോൺ ഡാനി, ഐ എം സീരിയസ്. എനിക്ക് ഒരാളെ ഇഷ്ടമാ ആൻഡ് ഐ വോണ്ട് ടു മാരി ഹെർ. അളിയ, നീ ഇത് തമാശ പറയുമല്ലോ അല്ലേ? നീ എന്നെ ആദ്യമായി കാണുമല്ലോ. നിനക്ക് തോന്നുന്നുണ്ടോ ഞാനിത് തമാശക്ക് പറയുവാണെന്ന്? ഓ ഗോഡ്, ദിസ് വാസ് റിയലി എ ബിഗ് സർപ്രൈസ് ഫോർ മീ. ആരാടാ നിന്റെ കരിങ്കല്ല് പോലത്തെ മനസ്സിനെ പിടിച്ച് കുലുക്കിയത്? ആരായാലും അത് നിസ്സാരക്കാരിയല്ല. ആരാന്ന് ഞാൻ പറയാം. മേ ബി അതറിയുമ്പോഴായിരിക്കും നീ കുറച്ചുകൂടി ഷോക്കാവാൻ പോകുന്നേ. വെയിറ്റ്, ഞാൻ വെറുതെ ഒരു ഗസ് നടത്തി നോക്കട്ടെ. Isn't that ഏഞ്ചലീന? ഡാനി, നിനക്കതെങ്ങനെ മനസ്സിലായി? ഹേടാ തെണ്ടി, നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ടേ 28 വർഷത്തോളമായി. നിന്റെ ഓരോ പെരുമാറ്റവും കാണുമ്പോ എനിക്കറിയാൻ കാര്യം എന്താന്ന്. ഞാൻ ആ കാര്യം ഇന്നലെ കൂടി റേച്ചലിനോട് പറഞ്ഞതേ ഉള്ളൂ. എന്ത്? അല്ല, നിനക്ക് ഏഞ്ചലീനയോട് എന്തൊക്കെയോ ഒരു ഇഷ്ടമുള്ളത് പോലെ തോന്നുന്നില്ലേന്ന്. ഓ, നീ ഇത് കുളമാക്കുവോ? എടാ, പക്ഷെ അവൾ ഇത് കേട്ടിട്ട് തിരിച്ചെന്നെ കളിയാക്കുക ചെയ്തേ. വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നിന്നോട്. നീ പറഞ്ഞോടാ. എന്തു തന്നെയായാലും ഇപ്പൊ ഞെട്ടിയതിലും വലുതൊന്നും ആയിരിക്കില്ലല്ലോ. അങ്ങനെ നീ പറയാൻ വരട്ടെ. ചിലപ്പോ ഇപ്പൊ ഞെട്ടിയതിലും വലുതായി ഇത് കേട്ട് കഴിയുമ്പോ നീ ഞെട്ടിയേക്കും. ഓ, അതിനൊരു ചാൻസും ഇല്ല. നീ എന്തായാലും കാര്യം പറ. എടാ, അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അവളെ കിസ് ചെയ്തു പോയടാ. ആണോ? എന്നിട്ട്? ഒന്ന് പോടാ, നീ തമാശ മാറ്റിയിട്ട് കാര്യം പറ. എടാ, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു കാര്യം തമാശക്ക് പറയുമെന്ന്? ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ. അങ്ങനെ പറ്റിപ്പോയടാ. ദൈവമേ, നിനക്ക് ഇത്രയ്ക്ക് ക്ഷമയില്ലായിരുന്നോടാ? എടാ, ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴത്തെ ആ സിറ്റുവേഷനില് അങ്ങനെ പറ്റിപ്പോയതാ. എന്നിട്ട് ഏഞ്ചലീനയുടെ റിയാക്ഷൻ എന്തായിരുന്നു? അവൾ എന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരു പോക്കങ്ങ് പോയി. രാവിലെ അവളെ ഫേസ് ചെയ്യാൻ പറ്റാത്തോണ്ടാ അവര് പോയപ്പോ ഞാൻ അങ്ങോട്ട് വരാഞ്ഞെ. എന്തായാലും ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി ഇതുവരെ ഏഞ്ചലീന റേച്ചലിനെ അറിയിച്ചിട്ടില്ല. അവളോട് ഏഞ്ചലീന ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അത് റേച്ചൽ ഉറപ്പായി എന്നോട് പറഞ്ഞേനെ. ഡാനി, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ദേ, നീ കാണിച്ചു വെച്ചേക്കുന്ന ഈ തോന്നിവാസത്തിന് എന്റെ ഒരു ഹെൽപ്പും നീ പ്രതീക്ഷിക്കണ്ട. എടാ, നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, എന്നിട്ട് തീരുമാനിച്ചാ മതി ഹെൽപ്പ് ചെയ്യണോ വേണ്ടയോ എന്ന്. ആ, നീ പറ. നീ ഒന്ന് ഈ കാര്യം മമ്മിയോട് പറയണം.
ഒന്ന് പോടാന്നാറി. നീ അവളെ പോയി കിസ് ചെയ്തതും പോരാ, ഞാൻ അത് ചെന്നിനി ആന്റിയോട് പറയാൻ വേണം, അല്ലേടാ? ഓ എന്റെ പൊന്നു ഡാനി, ഞാൻ പറഞ്ഞു തീരുന്നത് വരെ നിനക്കൊന്ന് വാ അടച്ചിരിക്കാവോ? നിന്നോട് ഞാൻ അവളെ കിസ് ചെയ്തെന്ന് പോയി മമ്മയോട് പറയാനല്ല പറഞ്ഞത്. എനിക്ക് അവളെ ഇഷ്ടമാണെന്നും മാരി ചെയ്യണമെന്നും ചെന്ന് പറയാനാ പറഞ്ഞേ. എടാ, പക്ഷെ ഞാൻ ഇതെങ്ങനെയാണ് ആന്റിയോട് ചെന്ന് പറയുന്നേ? ഏഞ്ചലീന ആണെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങളുമായിട്ട് ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അതുമല്ല, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാ, ഏഞ്ചലീനക്ക് നിന്നെ ഇഷ്ടമാണോ എന്നുകൂടി അറിയണ്ടേ? ഇതൊക്കെ അറിയാണ്ട് ഞാൻ ഇത് ചെന്ന് ആന്റിയോട് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോടാ? നീ ഇപ്പൊ തൽക്കാലം കാട് കയറി ഒന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. നിനക്കിതൊന്നും മമ്മയോട് പറയാൻ പറ്റുമോ ഇല്ലയോ? സാമേ, എടാ അത് ഓക്കെ, then just leave it. ഓ എന്റെ സാമേ, നീ ആദ്യം ഈ പിള്ളേരെ പോലെ പിണങ്ങി പോകുന്ന സ്വഭാവം ആദ്യം ഒന്ന് നിർത്ത്. ഞാൻ ആന്റിയോട് സംസാരിക്കാം, പോരെ? ഉം. ഹലോ. ഹലോ ഏഞ്ചലീന, ഞാൻ ഡോക്ടർ ഷെറിനാണ്. ഓ ഡോക്ടർ, പറഞ്ഞോളൂ. ആക്ച്വലി എനിക്ക് ഏഞ്ചലീനയുടെ ഫാദറിന്റെ കേസിനെ പറ്റി കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു. സംതിങ് റിയലി ഇമ്പോർട്ടന്റ്. ഡോക്ടർ, എന്താ കാര്യം? എന്റെ പപ്പയ്ക്ക് ഏയ്, യു ഡോണ്ട് നീഡ് ടു വറി. ഇഫ് യു ആർ ഫ്രീ ടുഡേ, ഒന്ന് എന്നെ വന്ന് കാണണം. ആൻഡ് തൽക്കാലം ഇതിപ്പോ താൻ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരോടും പറയാൻ നിൽക്കണ്ട. ഓക്കെ? ഓക്കെ ഡോക്ടർ, ഞാൻ വരാം. റേച്ചലേ, എടി നീ ഇതെവിടെയാ? എന്താ? എടി, നീ ഞെട്ടാൻ തയ്യാറായിക്കോ. ഞാനിപ്പോ നിന്നോടൊരു കാര്യം പറയാൻ പോവാ. ആഹാ, അതെന്ത് കാര്യാണാവോ? പറ. നമ്മുടെ സാം ഇല്ലേ, അവൻ ഒരാളോട് ഭയങ്കര പ്രണയം കയറി അങ്ങ് അസ്ഥിക്ക് പിടിച്ചിട്ട് കല്യാണം കഴിക്കണമെന്ന് സ്റ്റേജ് വരെ എത്തി. ഇപ്പൊ ഈ കാര്യം ഞാനൊന്ന് ആന്റിയോട് പറയണമെന്ന് പറയാനായിട്ടാ അവൻ എന്നെ ഇപ്പോ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. ആഹാ, അയാൾക്ക് അങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നോ ഡാനിച്ച? എന്തായാലും കൊള്ളാം. കഴിഞ്ഞില്ല, ഒരു കാര്യം കൂടിയുണ്ട്. ഇനി എന്ത് കാര്യാണാവോ? അവൻ ഈ പരിശുദ്ധ പ്രേമം തോന്നിയതും കല്യാണം കഴിക്കണമെന്ന് പറയുന്നതും ഒക്കെ ആരെയാണെന്ന് നിനക്കറിയണ്ടേ? പറഞ്ഞതുപോലെ ആരാണാവോ അയാളുടെ ബലിയാടാവാൻ പോകുന്നത്? വേറെ ആരുമല്ല, നിന്റെ സ്വന്തം ലീന. ആര്? ലീനയോ? ഒന്ന് പോടാനിച്ച. എടി, ഞാൻ സത്യമാ പറയുന്നേ, അവൻ അവളോട് അടങ്ങാനാവാത്ത പ്രണയമാണെന്ന്. പക്ഷേ ലീന അതേപ്പറ്റിയൊന്നും എന്നോടൊരു കാര്യവും പറഞ്ഞില്ലല്ലോ. അതല്ലേ കോമഡി. അവൾക്ക് ഇവനോടൊരു കുന്തവും ഇല്ല. ഇവന് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ പരിശുദ്ധ പ്രണയം. അപ്പോ ഇങ്ങനൊരു കാര്യത്തെപ്പറ്റി അവൾക്ക് അറിയയില്ലേ? അതിപ്പോ നിന്നോട് ഞാൻ എങ്ങനെയാ പറയുന്നേ? അതെന്താ എന്നോട് പറഞ്ഞ? ഞാൻ നിന്നോട് പറയാം, പക്ഷെ നീ ഒരു കാരണവശാലും അതേപ്പറ്റി ഒന്നും ഏഞ്ചലീനയോട് ചെന്ന് ചോദിച്ചേക്കരുത്. ഡാനിച്ചൻ കാര്യം എന്താന്ന് പറയുന്നുണ്ടോ? എടി, അത് സാം ഏഞ്ചലീനയോട് പലതവണ അവന്റെ ഇഷ്ടം പറഞ്ഞു നോക്കിയിട്ടും അവളത് വിശ്വസിക്കാതെ വന്നപ്പോ. വിശ്വസിക്കാതെ വന്നപ്പോ? അല്ല, അവനതൊന്ന് അവളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് അവളെ കിസ് ചെയ്യേണ്ടി വന്നു, അത്രേ ഉള്ളൂ. എന്റെ യേശുവേ, ഈ സംസാരത എന്തു ഭാവിച്ച? എന്നിട്ട് അവളുടെ കാര്യം ഇപ്പൊ എന്തായിരാനിച്ച? എന്താവാനാ, അവളെന്തൊക്കെയോ അവനെ കുറെ ചീത്തയും പറഞ്ഞു പോയെന്ന് അവൻ പറഞ്ഞേ. ഷേ, എന്തൊക്കെ പറഞ്ഞാലും അങ്ങേരാ ചെയ്തത് മോശമായിപ്പോയി, അല്ലേ ഡാനി? അവൻ ഈ കാര്യത്തിൽ അങ്ങനെ വലിയ മുൻപരിചയമൊന്നും ഇല്ലല്ലോടി. അതിന്റെയൊക്കെ പ്രോബ്ലമാ. ഇപ്പോ ഞാൻ ഇതെങ്ങനെയും ഒന്ന് മേഴ്സി ആന്റിയോട് പറഞ്ഞ് എല്ലാം ഓക്കെ ആക്കി കൊടുക്കുന്നോ നോക്കി നിൽക്കുവാ അക്ഷി. ഞാനെന്തായാലും ഇതേപ്പറ്റി ഒന്ന് അവളോട് ചോദിക്കട്ടെ. അവൾ എന്താ പറയുന്നേന്ന് അറിയാലോ. നീ ഇപ്പൊ ഇതേപ്പറ്റി ആരോടും ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ എന്തായാലും മേഴ്സി ആന്റിയെ ചെന്ന് കണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് ഏഞ്ചലീനയോട് ഇതേപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാ മതി നീ. May I come in, doctor? യെസ്. ഓ പ്ലീസ് കം ഏഞ്ചലീന. ഡോക്ടർ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഈസ് എനിത്തിങ് സീരിയസ്? ഏയ്, നത്തിങ് സീരിയസ്. തന്റെ ഫാദറിന്റെ സർജറിയുടെ കുറച്ച് കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ബൈ ദ വേ, മേഴ്സി ആന്റിയുമായി നിങ്ങൾക്കെന്താ റിലേഷൻ? ആന്റി നിങ്ങളുടെ ഈ കേസില് നന്നായി ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചതാ. അത് ആക്ച്വലി
ആന്റിയുടെ മോൻ സാമൈസക് സാറിന്റെ ക്രൂവിലെ മെമ്പറാ ഞാൻ. അങ്ങനെയാ എനിക്ക് പരിചയം. ഓ ഐ സി. സോ നിങ്ങൾ കൊളീഗ്സ് ആയിരുന്നല്ലേ? എനിവേ നിങ്ങളുടെ ഈ കേസ് ഞാൻ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഏറ്റെടുക്കുവാണ്. അത് ആന്റി പറഞ്ഞത് കൊണ്ട് മാത്രമല്ല കേട്ടോ. തന്റെ ഫാദറിന് എന്തോ ലക്ക് കൂടി ഉള്ളതുകൊണ്ടാ. തന്റെ ഫാദറിന് സർജറി പറഞ്ഞിരിക്കുന്ന സെയിം ഡേറ്റിന് ഇവിടെ ഞങ്ങളുടെ മെയിൻ സർജൻ വരുന്നുണ്ട്. ഹീസ് ഫ്രം ലണ്ടൻ. സോ സാറും കൂടി തന്റെ ഫാദറിന്റെ സർജറിയില് ഞങ്ങളെ അസിസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക. ഐ എം 100% ഷുവർ തന്റെ ഫാദറിന്റെ സർജറിയില് ഒരു കോംപ്ലിക്കേഷൻസും ഉണ്ടാവാൻ സാധ്യതയില്ല. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. ഏയ് താങ്ക്സ് പറയേണ്ടത് എന്നോടൊന്നും അല്ലടോ. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നെന്ന് മാത്രം. എനിവേ പറഞ്ഞതിലും ഒരു 1 വീക്ക് മുൻപ് മേ ബി നിങ്ങൾക്ക് ഇവിടെ വന്ന് അഡ്മിറ്റ് ആവേണ്ടി വരും. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തന്നെ അറിയിച്ചേക്കാം. ഓക്കെ? യെസ് ഡോക്ടർ. താങ്ക് യു. ഓക്കെ, ഐ വിൽ കോൾ യു. അമ്മ, നിങ്ങളോ? നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആ, നീ വന്നോ? മോന്റെ നിന്നോട് എന്തോ അത്യാവശ്യ കാര്യം പറയാനായിട്ട് വന്നതാ. നിന്റെ ഫോൺ എന്താ സൈലന്റ് ആണോ? ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചു? ആ അമ്മ, ഞാനത് സൈലന്റിൽ ഇട്ടേക്കുമായിരുന്നു. നിങ്ങൾ സംസാരിക്കേ, ഞാൻ ചെന്ന് ലൂയിച്ചിന് മരുന്ന് കൊടുത്തിട്ട് വരാം. ശരി ആന്റി. പറ, എന്താ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്? ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്താ തന്റെ തീരുമാനം? കാര്യമോ? എന്ത് കാര്യം? അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് നമ്മൾ തമ്മിൽ എന്ത് കാര്യമോ ഉള്ളത്? ഒന്നുമില്ലേ? ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ലാഞ്ഞിട്ടാണോ തന്നോട് ഞാൻ ഇന്നലെ അങ്ങനെയൊക്കെ ചെയ്തിട്ടും താൻ ഇതുവരെ ആ കാര്യത്തിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാത്തത്? ഓ, അപ്പോ നിങ്ങൾ അത് കരുതിക്കോട്ടി തന്നെ ചെയ്തതായിരുന്നല്ലേ? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ഇന്നലെ നിങ്ങൾ എന്നോട് കാണിച്ച ആ വൃത്തികേട് ഞാൻ എല്ലാരോടും പറഞ്ഞോണ്ട് നടക്കണം? നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ പുറകെ നടന്ന് ഉപദ്രവിക്കുന്നത്? നിങ്ങളുടെ കണ്ണുണ്ണി പോലും വരാതെ ഞാൻ ഇരുന്നോളാം. പ്ലീസ്, ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്. തനിക്ക് എന്താണോ എന്നെ മനസ്സിലാവാത്തെ? ശരിയാണ്, തന്നെ ഞാൻ പുറകെ നടന്ന് ഉപദ്രവിച്ചിരുന്നു. പക്ഷേ ആ സാമല്ല ഞാനിപ്പോ. തന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതൊന്നും കള്ളവുമല്ല. I really want to make you mine forever. Because I love you a lot. I don't know why. എനിക്ക് എപ്പോഴാ തന്നോട് ഇങ്ങനെയൊക്കെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. But now I can't lose you. എനിക്ക് വേണോടോ തന്നെ ഇനി ബാക്കിയുള്ള എന്റെ ലൈഫ് ഷെയർ ചെയ്യാൻ. പ്ലീസ് ഏഞ്ചൽ, താൻ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഇല്ല, നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞാലും ഒരിക്കലും നിങ്ങളെ കാണാനോ നിങ്ങളോട് മിണ്ടാനോ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് എന്നെ ഈ പറഞ്ഞതുപോലെ അത്രയ്ക്കങ്ങ് ഇഷ്ടമാണെങ്കിൽ എന്നെ ഇനി കാണാനോ ഇങ്ങനെ സംസാരിക്കാനോ വരാൻ ശ്രമിക്കരുത്, പ്ലീസ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും തനിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ, താൻ പറഞ്ഞതുപോലെ ഇനി ഞാൻ തന്നെ കാണാതെ ഇരിക്കാൻ ശ്രമിക്കാം. ഐ ഡോണ്ട് നോ ഇഫ് ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്, ബട്ട് ഐ വിൽ ട്രൈ. ഹലോ ആന്റി, ആന്റി ഇന്ന് വീട്ടിലുണ്ടാവോ? എനിക്ക് ആന്റിയെ കണ്ടൊരു കാര്യം പറയാനായിരുന്നു. ഉണ്ടാവും. നീ എപ്പോഴാന്ന് വെച്ചാ വന്നാ മതി. ഓക്കെ ആന്റി. മോളും ഉണ്ടോ കൂടെ? ഞാൻ ഓർത്തത് നീ മാത്രമേ കാണുമെന്ന. ഞാൻ റെഡിയായി ഇറങ്ങാൻ തുടങ്ങിയപ്പോ അവളും വരുന്നെന്ന് പറഞ്ഞു. അതെന്തായാലും നന്നായി. കല്യാണം കഴിഞ്ഞ്
ആദ്യമായിട്ട് വരുമല്ലേ രണ്ടാളും? എന്താ ഇപ്പൊ രണ്ടാൾക്കും തരിക? എന്താന്ന് വെച്ചാ എടുത്തോ. ഞങ്ങൾ എന്തായാലും ഇന്ന് ഈവനിങ്ങേ ഇവിടുന്ന് പോകുന്നുള്ളൂ. സാംസാർ ഇവിടെ ഇല്ല ആന്റി. സാറോ? മോളിനി അവനെ സാറെന്നൊന്നും വിളിക്കണ്ട കേട്ടോ. അല്ല, പറഞ്ഞതുപോലെ ആളെവിടെ? അവന്റെ കുറച്ചു മുന്നേ പെട്ടെന്ന് വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് പോയേ ഉള്ളൂ. ആന്റി, ഞങ്ങൾ ശരിക്കും ഇപ്പൊ വന്നത് ആന്റിയോട് ഒരു കാര്യം പറയാനായിട്ടാ. ഡാനി, നീ എന്തിനാ അതിന് ഇത്ര ഫോർമാലിറ്റി ഒക്കെ കാണിക്കുന്നേ? എന്താ കാര്യം എന്ന് വെച്ചാ നീ പറഞ്ഞോ? ആന്റി, അത് നമ്മുടെ സാമിന്റെ കാര്യവാ. എന്താടാ നീ ടെൻഷൻ ആക്കാണ്ട് കാര്യം പറ. ഏയ്, ഇതങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമല്ല. പക്ഷേ ആന്റിയോട് ഇതിപ്പോ എങ്ങനെയാ എവിടുന്നാ പറഞ്ഞു തുടങ്ങേണ്ടത് എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഡാനി, നീ ഒന്ന് പറയുന്നുണ്ടോ? നമ്മുടെ സാമിന് ഒരു കുട്ടിയെ ഇഷ്ടവാ. അവൻ ആ കുട്ടിയെ കല്യാണം കഴിക്കണമെന്നാ പറയുന്നേ. അവന് ഈ കാര്യം ആന്റിയോട് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാ എന്നോട് ഈ കാര്യമെന്ന് ആന്റിയോട് പറയാൻ പറഞ്ഞേ. അത് ശരി. എന്താ അവൻ എന്നെ പറ്റി വിചാരിച്ചേ? ഏതേലും ഒരുത്തിയെ ഇഷ്ടമാണ്, കെട്ടിച്ചു തരണം എന്നും പറഞ്ഞു വന്നാ ഞാൻ അതങ്ങ് സമ്മതിക്കുമെന്നോ? ഒറ്റ മോനായി പോയോണ്ട് അവന് ഞങ്ങൾ വല്ലാണ്ട് ഫ്രീഡം കൊടുത്തുപോയി. എവിടെ അവൻ എന്നിട്ട്? ആന്റിക്ക് അവന്റെ ക്യാരക്ടർ അറിയാലോ. അവൻ ഇതുവരെ അവന്റെ ലൈഫിൽ ഒരു പെൺകുട്ടിയോടും ഒരു തരത്തിലുള്ള ഫീലിങ്സും തോന്നിയിട്ടില്ല. അതുമല്ല, അവന്റെ ഇഷ്ടത്തിന് നിങ്ങൾ കൂട്ടുനിന്നില്ലെങ്കിൽ അവൻ ഒരു പക്ഷേ ഇനിയൊരു മാരേജിനെ പറ്റി ചിന്തിച്ചെന്നുകൂടി വരില്ല. അവന്റെ സ്വഭാവം ആന്റിക്കും അറിയാലോ. ആന്റി പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഡാനി ഇതേപ്പറ്റി എന്നോട് പറഞ്ഞപ്പോ ആദ്യം ഞാനും അത് ഓർത്തു. പിന്നെ സാംസാറിന് അവളെ ശരിക്കും ഇഷ്ടമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഇത് നല്ലൊരു കാര്യമായിട്ടാ തോന്നിയേ. അല്ല, അപ്പൊ റേച്ചലിനൊക്കെ അറിയാവുന്ന ആളാണോ അവൻ കണ്ടെത്തിയിരിക്കുന്ന പെൺകുട്ടി? അവൾക്ക് മാത്രമല്ല, ആന്റിക്ക് നന്നായി അറിയാവുന്ന കുട്ടിയെ തന്നെയാ അവൻ കണ്ടുപിടിച്ചേക്കുന്നത്. എനിക്കറിയാവുന്ന കുട്ടിയോ? അതാരാ ഡാനി? ആന്റി, അത് വേറെ ആരുമല്ല, ഏഞ്ചലീന. അവളോടാ അവൻ അത്രയ്ക്ക് ഇഷ്ടം. ഏഞ്ചൽ മോളെയോ? നീ പറയുന്നത് സത്യമാണോടാ? അതെ ആന്റി, ലീനയെയാ സാംസാർ ഇഷ്ടപ്പെടുന്നതും കല്യാണം ചെയ്യാൻ ആവശ്യപ്പെടുന്നതും. എന്റെ മോനെ കൊണ്ട് ആദ്യമായിട്ടാ എനിക്ക് ഇങ്ങനെ നല്ലൊരു കാര്യം ഉണ്ടായത്. സത്യം പറഞ്ഞ ഏഞ്ചൽ മോളെ പോലെ ഒരു മോളെ മരുമോളെ കിട്ടാനായിട്ട് ആരാടാ ഡാനി ആഗ്രഹിക്കാത്തെ? ആ മോളെ അടുത്തറിഞ്ഞപ്പം മുതല് സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നതാ ഇങ്ങനെ ഒരു കാര്യം. പക്ഷേ ഇവന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ആന്റി, അപ്പോ ആന്റിക്ക് ഇതിന് ഓക്കെയാണോ? പിന്നെ അല്ലാതെ. എവിടെ അവൻ? എനിക്ക് അവനൊരു ഷെയ്ക്കാൻഡ് കൊടുക്കണം ആദ്യം. ആ കൊച്ചിനെ അവന് കിട്ടിയ അതിലും വലിയ ഒന്നും അവൻ ഇനി കിട്ടാനില്ല. ആന്റി, പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. സാംസാറിന് ലീനയെ ഇഷ്ടമാണെന്നുള്ള കാര്യം ലീനയ്ക്ക് അറിയില്ല. അതിപ്പോ ആ കുട്ടിയെ അറിയുവാണെ പോലും ഇതിന് സമ്മതിക്കണമെന്നില്ല. അത്രയ്ക്ക് ദ്രോഹങ്ങളാ അവൻ ആ കുട്ടിയോട് കാണിച്ചിട്ടുള്ളേ. ഇത്രയും വലിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നോ? ഏഞ്ചൽ മോളോട് ഞാൻ ഈ കാര്യം ഒന്ന് സംസാരിച്ചു നോക്കിയാ ശരിയാവോ ഡാനി? ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആന്റി. എന്തായാലും അവൻ തന്നെ അവനെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഇത് ഓക്കെ ആക്കി എടുക്കട്ടെ. എന്തായാലും ആന്റിക്ക് ഈ അലയൻസിൽ താല്പര്യമുണ്ടെന്ന് അറിയുന്നത് തന്നെ അവന് വലിയൊരു ആശ്വാസമായിരിക്കും. എന്തായാലും ഞാനൊന്ന് അവനോട് ഇതേപ്പറ്റി സംസാരിക്കട്ടെ. അത് കഴിഞ്ഞ് ഏഞ്ചൽ മോളോട് ഈ കാര്യത്തെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡാ, നീ ഇതിപ്പോ വരാന്നും പറഞ്ഞു പോയതല്ലേ? എന്നിട്ട് എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് പോയതായിരുന്നു. ഏത് ഫ്രണ്ട്? ഓ, ആരെങ്കിലും ആവട്ടെ. മമ്മിക്കിപ്പൊ എന്താ വേണ്ടേ? നീയൊന്ന് വേഗം റെഡിയായിട്ട് വാ. നമുക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. എവിടെ? ഇനി എവിടെയാന്ന് പറഞ്ഞാലേ നീ വരുള്ളൂ. Give me 5 minutes. നേരം കുറച്ചായി ഞാൻ ചോദിക്കുന്നു എങ്ങോട്ടാ പോണ്ടേന്ന്. നീ നേരെ പൊക്കോടാ. കുറെ ആയല്ലോ ഈ നേരെ പൊക്കോന്ന് പറയാൻ തുടങ്ങിയിട്ട്. മമ്മിക്ക് എക്സാക്ട് ലൊക്കേഷൻ എവിടെയാന്ന് അറിയില്ലേ? ഓ, ഏഞ്ചൽ മോളുടെ വീട്ടിലേക്കാ നമ്മൾ പോകുന്നേ. വാട്ട്? ഏഞ്ചലിനയുടെ വീട്ടിലേക്കോ? എന്തിന്? എന്തിനെന്നോ? എന്തിനെങ്കിലും ആവട്ടെ, നീ പറഞ്ഞത് ചെയ്താ മതി. ബട്ട് മമ്മ. സാം, നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ?